ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മാനുഷിക ബന്ധങ്ങളിൽ പരിഗണനയ്ക്ക് എന്താണ് പ്രസക്തി? പരിഗണന എന്ന സാധാരണമായ മാനുഷിക മൂല്യം എപ്പോഴാണ് ദൈവികമായ ഒരു പുണ്യമായി രൂപാന്തരപ്പെടുന്നത്? അതേക്കുറിച്ച് ചിന്തിക്കാനാണ് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് ശ്ലീഹ തൻ്റെ ശ്രോതാക്കളെ, തൻ്റെ വായനക്കാരെ ഇപ്രകാരം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സമൂഹത്തിലേക്ക് ഒരാൾ വിശിഷ്ടമായ വസ്ത്രങ്ങളും ആഭരണങ്ങളുമായിട്ട് കടന്നു വന്നാൽ അയാൾക്ക് അനർഹമായ പരിഗണന കൊടുക്കുകയും ദരിദ്രനായ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരുവൻ വരുമ്പോൾ അവനെ അവഗണിക്കുകയും ചെയ്യുന്നത് എന്തു വലിയ തിന്മയാണ്. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാനുള്ളവരാണ് നമ്മൾ. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ കഥ നമ്മോട് പറയുന്ന അതാണല്ലോ. ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലി കൊടുക്കുന്ന ഒരിടം. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, ഒരേ സ്വർഗത്തിന് അവകാശികളാകുന്ന, ഒരേ സഭയിൽ അംഗങ്ങളാകുന്ന ഒരിടം. ഭൗതികമായ അളവുകളുടെയും മാനദണ്ഡങ്ങളുടെയും വെളിച്ചത്തിൽ പരിഗണനകൾ കൊടുക്കുന്നവരാകാതെ എല്ലാവരെയും തുല്യമായി പരിഗണിക്കാൻ ഈ ലേഖനം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് സുപരിചിതമായ ഒരു കഥയാണ്. ധനികൻ്റെയും ലാസറിൻ്റെയും കഥ. ഈ കഥയിൽ നമുക്കറിയാം, ധനികൻ ലാസറിനോട് ഉപദ്രവകരമായി ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് തൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ അയാളെ അനുവദിക്കുന്നുമുണ്ട്. പക്ഷേ പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും ഈ ലോകത്തിൻ്റെ എല്ലാ രുചികളിലൂടെയും കടന്നു പോവുകയും ചെയ്ത അയാൾ ലാസറിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഒരു വലിയ തിന്മയായിട്ട് സുവിശേഷം അവതരിപ്പിക്കുന്നത്. ലാസർ എന്നുള്ള പേരിൻ്റെ അർത്ഥം ദൈവം സഹായം എന്നുള്ളതാണ്. ദൈവമാണ് സഹായം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മറ്റൊരു ദേവസഹായം പിള്ളയാണ്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ കണ്ണുടക്കേണ്ട ഒരു തിരുവചനമുണ്ട്. 16-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഈ ഭൂമിയിൽ ജീവിച്ചു പോയ 2 പേരുടെ അന്ത്യങ്ങളെക്കുറിച്ച് അതിമനോഹരമായ രീതിയിൽ ഈ വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ലാസർ മരിച്ചു. ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ധനികനും മരിച്ചു, അവൻ അടക്കപ്പെട്ടു. 2 മനുഷ്യരുടെ അന്ത്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ചെറിയ വാക്കുകളിലാണ്. ഒരാൾ എടുക്കപ്പെടുന്നു, സംവഹിക്കപ്പെടുന്നു, മറ്റേയാൾ അടക്കപ്പെടുന്നു. സ്വർഗത്തിലേക്ക് ഇതിനു മുമ്പ് സംവഹിക്കപ്പെട്ട ഏതാനും പേരെ നമുക്കറിയാം. പഴയ നിയമത്തിലെ ഹെനോക്ക്, ഏലിയ, പുതിയ നിയമത്തിൽ പരിശുദ്ധ കന്യകാമറിയം. ഇവരൊക്കെയാണ് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. മറ്റുള്ളവരൊക്കെ ഭൂമിയുടെ മണ്ണടരുകളിൽ അടക്കപ്പെട്ടവരാണ്. അപരനെ പരിഗണിക്കാത്തവൻ അടക്കപ്പെടാനുള്ളവനാണ്. ഭൂമിയുടെ പരിമിതികളിൽ ഒതുങ്ങുമെന്നുള്ള ഒരു ചെറിയ, ഇന്ന് തിരുസഭ വിശുദ്ധ പോളികാർപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പോളികാർപ്പിൻ്റെ മരണത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തെ കൊല്ലുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു തൂണിൽ കെട്ടി നിർത്തി പീഡകർ തീ കത്തിച്ചു. പക്ഷേ ആ വിശുദ്ധമായ ശരീരത്തെ വിഴുങ്ങാൻ അഗ്നിനാളങ്ങൾ വിസമ്മതിച്ചു. തീ വെച്ച് അദ്ദേഹത്തെ കൊല്ലാനാവില്ലെന്നും തിരിച്ചറിയുന്ന മർദ്ദകർ മറ്റു വഴികൾ അവലംബിച്ചാണ് അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കി മാറ്റിയത്. പ്രിയമുള്ളവരെ, ദൈവത്തെ പിന്തുടരുന്നവർക്ക്, ദൈവികമായ പുണ്യങ്ങൾ അഭ്യസിക്കുന്നവർക്ക് ഈ ലോകം ഒരു തടസ്സമേയല്ല. ഈ ലോകത്തിനെല്ലാം കടന്നു പോകാൻ, ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടാൻ അവർ യോഗ്യത നേടും. അവരെ സംവഹിക്കാനായി ദൈവം തൻ്റെ ദൂതന്മാരെ പറഞ്ഞായി. സുവിശേഷങ്ങളിൽ നാം വളരെ കുറച്ച് ആളുകളുടെ പേരുകൾ മാത്രമേ കഥകളിൽ കാണാറുള്ളൂ. ഇപ്രകാരം പരാമർശിക്കപ്പെടുന്ന ഒരു പേരാണ് ലാസർ. ദൈവം സഹായിക്കുന്നു. വ്യക്തിത്വമുള്ള ഒരാളാണ്. ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്നുമില്ലാത്തവനാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ ലാസർ വ്യക്തിത്വമുള്ളവനാണ്, പേരുള്ളവനാണ്. ദൈവം പേര് ചൊല്ലി വിളിച്ചവനാണ്. ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മാനുഷിക ബന്ധങ്ങൾക്ക് ലൗകികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് വലിപ്പച്ചെറുപ്പങ്ങൾ നിർണ്ണയിക്കാതെ എല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ അംഗങ്ങളാണ്, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്തയോടെ നമുക്കുള്ള നന്മകളും സൗഭാഗ്യങ്ങളും പങ്കുവയ്ക്കാനും അത് പരിഗണനയോടെ നൽകാനുമുള്ളതാണെന്നുള്ള വലിയ ചിന്ത, ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഈ നോമ്പുകാലത്ത് നിലനിൽക്കട്ടെ. സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ഒപ്പം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. പങ്കുവയ്ക്കുന്ന, പരിഗണിക്കുന്ന ആളുകളുടെ കൂട്ട്, ഒപ്പം നടക്കുന്ന ആളുകൾ, അവർ നൽകുന്ന പരിഗണന, അതാവട്ടെ ഈ നോമ്പുകാലത്ത് നമ്മുടെ ധ്യാന വിഷയം. മറ്റുള്ളവർക്ക് ആവോളം പരിഗണന പകർന്നു കൊടുക്കാൻ ദൈവകൃപ നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.